സുഹൃത്തുക്കളെ, എനിക്ക് വധഭീഷണി, പിന്നെ കൊട്ടേഷനും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ഞാൻ രാവിലെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മെഡിക്കൽ സ്റ്റോർ, സർജിക്കൽ സ്റ്റോർ, അവരുടെ കുറച്ച് സാധനങ്ങൾ റോഡിലേക്ക് കയ്യേറി, ഫുട്പാത്ത് മാത്രമല്ല, നടക്കുന്ന ഫുട്പാത്ത് മാത്രമല്ല, റോഡിലേക്ക് കയ്യേറി ബാരിക്കേഡ് വെച്ച് അത്രയും സ്ഥലം അവർക്ക് സ്വന്തമാണെന്നുള്ള രീതിയിൽ അവർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ പബ്ലിക്ക് എനിക്ക് സപ്പോർട്ടായിരുന്നു. അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഇവർ ആരും ചോദിക്കാനില്ല എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. കമൻറ്റിലും ചോദിച്ചു എന്നോട്, ചേട്ടാ നിങ്ങൾക്ക് അത് എടുത്ത് കളയാൻ പാടില്ലായിരുന്നു, ഇങ്ങനൊരു നിയമം നിലവിലുണ്ട്, നോ പാർക്കിംഗ് ബോർഡോ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും റോഡിലേക്ക് ഇറക്കി വെക്കാൻ പാടില്ല. കാരണം വീഡിയോ ചെയ്തതിൻ്റെ പുറകെ എനിക്ക് ഭീഷണിയൊക്കെ വന്നു. ഒരു നമ്പറിൽ നിന്ന്, ഒരു അനിൽകുമാർ എന്നാണ് ട്രൂ കോളറിൽ കാണിച്ചത്. ആദ്യം നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് കേൾക്കണം, അത് കേട്ടിട്ട് വേണം ബാക്കി അഭിപ്രായങ്ങൾ പറയാനായിട്ട്. നമ്മൾ ആ ബാരിക്കേഡ് വെക്കാൻ പാടില്ല റോഡിൽ, അതറിയില്ലേ നമുക്ക്. എനിക്കും കടകളുള്ളത് വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവരങ്ങ് പോകേണ്ട. ചിലപ്പോൾ അടുത്ത് ബാർബർഷോപ്പായിരിക്കും, അവരോട് 1 മണിക്കൂർ കഴിഞ്ഞൊക്കെ വരത്തുള്ളൂ. ഞങ്ങൾ കണ്ടു ജോലിക്കാരും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പൊ റോഡിൽ നമുക്ക് റോഡ് ഈ പറയുന്ന എനിക്ക് പോലും നമുക്ക് പോലും ആർക്കും ഫുട്പാത്തിലോ അതിൻ്റെ സൈഡിലോ റോഡ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് പോലീസുകാർ ആക്ഷൻ എടുത്തോളും. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡിസബിലിറ്റി ആയ മോനെയും കൊണ്ട് വന്നപ്പോഴത്തെ നിങ്ങളുടെ ആ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അകത്തൂടെയും പോകാൻ വയ്യ, പുറത്തൂടെയും പോകാൻ വയ്യ. അപ്പം ഞാൻ റോഡിൽ കൂടെ കയറി പോയപ്പോൾ ബസ് തട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഇട്ടത്. നമുക്ക് ഒരു സ്ഥലത്തും ഒരു സാധനങ്ങളും പെർമനൻ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയില്ല. ബിസിനസ് ഉണ്ടാവാം, നമുക്ക് തമ്പാലിൽ പോയാലും ഇങ്ങനെ ഉണ്ടായി ഞാൻ എവിടെയായാലും നമ്മളത് ചോദിക്കും. കാരണം ഇങ്ങനെ അത് ചെയ്തത് ശരിയല്ല. ബാരിക്കേഡ് വെച്ച് നമുക്ക് ഒരു റോഡും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ വേറെ പാർക്കിംഗ് സൗകര്യം ഒരുക്കി അവരോട് അവിടെ പാർക്കിംഗ് ചെയ്യണം. നമ്മൾ എവിടെ ആയാലും ചെന്ന് അതിപ്പോ നമുക്ക് ഇപ്പൊ റോഡില് ഇപ്പൊ നേരത്തെ തട്ടുകടകൾ വെച്ചു, അതിപ്പോ ഒഴിപ്പിച്ച കാര്യം എന്താണ്? വണ്ടി റോഡ് ലൈസൻസ്, പിന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ്, പഞ്ചായത്ത്. അപ്പൊ ഇതെല്ലാം ലൈസൻസ് തന്നിരിക്കുന്നേ, ഇതിനെല്ലാം ലൈസൻസ് തന്നിരിക്കുന്നത് കട നടത്താനാ, റോഡ് കയ്യേറാനല്ല. അത് തന്നെ റോഡിനെ കുത്തക ഈ പറയുന്ന ഓരോ അത് തന്നെ ഞാൻ പറയട്ടെ. നമ്മളൊരിക്കലും വലിയ ആളാകുന്നുമല്ല, നമ്മൾ വലിയ ആളാകാൻ വേണ്ടി ചെയ്തതല്ല. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോ വിലയ്ക്ക് വാങ്ങിക്കാതിരിക്കാന്ന് വെച്ചാൽ അവിടെ ഇരിക്കട്ടെ, നമുക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങളെ വക്കീലായോ പോലീസായോ IPS ഉദ്യോഗസ്ഥനായോ അതൊന്നും നമുക്കറിയണ്ട. ഞാൻ സ്ഥിരം കാണുന്നതാണ് സുഹൃത്തെ. ഇതൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാള് കോടതിയിൽ അവർക്ക് അവിടെ ചിലപ്പോൾ അവര് ഒരു റൂൾസ് വന്നായിരിക്കും. അപ്പൊ ഒരു കടനടയിൽ ബോർഡ് കൊണ്ട് ഇവിടെ നോൺ പാർക്കിംഗ്, നിങ്ങൾ നോൺ പാർക്കിംഗ് ബോർഡ് വെക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ റോഡിനെ അത് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യിക്കുന്ന രീതിയിൽ എടുത്ത് മാറ്റിട്ട് പാർക്ക് ചെയ്യണം. അതിനെന്താ ആക്ഷൻ എടുക്കും? അതല്ല, അത് പാർക്ക് ചെയ്ത ആവശ്യം. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത എന്തോ ഞാൻ ആളെ പറ്റിച്ചൊന്നുമല്ല ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? അത് നിങ്ങൾ റോഡിൽ കട നടത്തുക, നിങ്ങൾ ഫുട്പാത്ത് കച്ചവടം അല്ലല്ലോ നടത്തുക, നിങ്ങൾ കടയെടുത്ത് റെന്റിന് നടത്തുകയല്ലേ. അപ്പൊ ഫുട്പാത്തിലല്ല സാധനം വെക്കേണ്ടത്, മനസ്സിലായില്ലേ? അല്ല, ഒരു കൊച്ചിനെ കൊണ്ട് വണ്ടിയിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് പറയണം, പെറ്റി അടപ്പിക്കണം, അതാണ് വേണ്ടത്. എൻ്റെ ഇവിടെ നേരെ പോലീസ് സ്റ്റേഷൻ അറിഞ്ഞൂടെ? മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അറിയില്ല, നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിലാണ്. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, അവർ ആക്ഷൻ എടുത്തോളും, മനസ്സിലായില്ലേ? വണ്ടി കുഴപ്പമില്ല, നമ്മളെ പബ്ലിക് ആണെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. റോഡിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. എന്തോ ചെയ്യും നിങ്ങൾ അവിടെ, ബസ്സോ ലോറിയോ ഇറ്റാച്ചോ എന്തോ വേണമെന്ന് പാർക്ക് ചെയ്യും. എന്തോ ചെയ്തത് എനിക്ക് വിഷയമില്ലല്ലോ. അത് നമ്മളൊന്നും നോക്കണം, നമ്മൾ കടക്കല്ലേ ഇരിക്കുന്നത്. ഞാൻ ഇപ്പം ബാത്റൂമിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ബാത്റൂമിൽ പൈസ കൊടുത്തിട്ട് സിറ്റ് ഔട്ട് വെളിയിലേ ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തെ, അത് പറ സുഹൃത്തെ. ഞാൻ അതല്ല വണ്ടിയുടെ കാര്യം, അതല്ല പെർമനന്റ്. എനിക്കത് ബോർഡ് വെക്കാൻ നമ്മൾ ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ബാരിക്കേഡ് വെക്കാൻ പാടില്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫുട്പാത്താണത്, നടവഴിയാണ്, നമുക്ക് ഫുട്പാത്താണ്, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിസ്സാരമായിട്ടൊരു കാര്യം ചോദിക്കാം. നമുക്ക് ബസ് സ്റ്റാൻഡിലെല്ലാം ടോയ്ലറ്റുകളുണ്ട്. നമ്മൾ 10 രൂപ കൊടുത്തിട്ട് ടോയ്ലറ്റിന്റെ വെളിയിൽ സാധിക്കാനുള്ള അവസ്ഥ എന്തിരിക്കും? നമ്മൾ പോകുന്ന അകത്ത് പോയി സാധിക്കാനാ ചെയ്യുന്നത്. അപ്പം നമ്മൾ വെളിയിൽ
കച്ചവടം നടത്തിയാൽ അവരെ സ്ഥാപനം മുന്നോട്ട് പോകത്തുള്ളൂ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആൾക്കാരെല്ലാം റോഡിൽ കൂടെയാണ് നടക്കുന്നത്. റോഡിൽ കൂടെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ കുറേ ഭാഗങ്ങൾ ഇട്ടിട്ടില്ല, ലെങ്ത് ആയി പോകുന്ന പറയാം. ഒരുപാട് പേർ റോഡിലോട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് കോമ്പൻസേഷൻ കൊടുക്കും? എന്ത് അപ്പം ഞാൻ എന്തിനാ കൊടുക്കുന്നത്? ഞാനാണോ ചെയ്യുന്നത്? ഞാനാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത്? ഞാനാണോ ചെയ്യുന്നത്? ഞാനല്ലല്ലോ അവിടെ കടയെടുത്തിരിക്കുന്നത്. മനസ്സിലായി? കടക്കാർ ഇവർ റോഡ് കയ്യേറാനല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങളെ ബിസിനസ് അറിയാൻ വയ്യാതെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോഡ് ആ ശരി ഓക്കെ ശരി ശരി. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോകാം. ചിലപ്പോൾ ഞാൻ പോയ സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. ഞാൻ പോയ സ്ഥലത്ത് ചേക്കൻ നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല? ഓ ശരി. ഞാൻ ഒന്നും പോയിട്ടില്ല. ഞാൻ തമ്പാൻ്റെ മാത്രമേ പോയിട്ടുള്ളൂ. ആ അതെ. ഓ ശരി. എനിക്കെതിരെയുള്ള വലിയ വീട്. അല്ല ഞാൻ ഒരിക്കലും ഒരുത്തന്റെ ഒരു ഓ ശരി. ഞാൻ സ്ഥാപനം വിഡ്ഢികളല്ല നടത്തുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങളെ കടയെ കച്ചവടം നടത്തുന്ന സാധനം നിങ്ങൾ വില കൂട്ടി മാറ്റുന്നു. നമ്മളാരും ഇങ്ങനെയുള്ള ഇത് പ്രവർത്തികൾ കാണിക്കുന്നില്ലല്ലോ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലോ. എന്തായാലും എനിക്ക് വേറെ പണി എന്തെങ്കിലും സുഹൃത്തെ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കൊടുത്തണം. കുടുംബം വിറ്റാലും കൊടുത്തു. നിങ്ങൾ കൊണ്ട് കൊടുക്കും. എനിക്ക് കുഴപ്പമില്ല. എവിടെയാണ്? ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെയെങ്കിലും കൊടുക്കും. ഓ ശരി. ഓക്കെ. അപ്പോൾ ഈ കേട്ടതാണ് വോയിസ് ക്ലിപ്പ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്. പുള്ളി ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. പുള്ളി ഹൈക്കോടതിയിൽ പോകുന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി എന്തോ പിച്ചും പേയും വിളിച്ച് പറയുന്നത്. പുള്ളിക്ക് ഈ ഹൈക്കോടതിയോ നിയമങ്ങളോ ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്താണിത് കോടതിയെ വെല്ലുവിളിക്കുന്ന രീതിക്കാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് പുള്ളി എങ്ങനെയായാലും ഇനി കൊട്ടേഷൻ തരുമെന്നാണ്. കൊട്ടേഷൻ നീ മെഡിക്കൽ കോളേജിൽ ഇനി ഇറങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊട്ടേഷൻ എന്താ നിന്നെ എടുത്തോളാമെന്നാണ് പറഞ്ഞത്. നിൻ്റെ പണിയെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. പുള്ളിയെപ്പോലെ അങ്ങനെ ഒരു കടയ്ക്കകത്ത് സാധനവും വെച്ചുകൊണ്ടിരിക്കുന്ന പണിയില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചോണ്ട് നിങ്ങൾ ഈ പറയുന്ന പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി പണി ഉണ്ടാക്കി തരണ്ട. പിന്നെ എനിക്ക് പണി ചെയ്യാനാണ് പുള്ളി ഇരിക്കുന്നതെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. പണി ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ മൊത്തത്തിൽ പണിയാവും. പിന്നെ എന്തായാലും ഞാനിപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങേരായിരിക്കും വിളിച്ച് അങ്ങേരുടെ കോളിനും ഉണ്ട്, റെക്കോർഡ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിയായിരിക്കും ഉത്തരവാദി.